ഓക്കെ. അടുത്തത് നമുക്കറിയാവുന്നതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയും. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ എഫ് അടിക്കുക. ഓക്കെ, കൺട്രോൾ എഫ് അടിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഫൈൻഡ് ആൻഡ് സെലക്ടിൻ്റെ ഇവിടെ ഫൈൻഡ് അടിച്ചാലും അതന്നെ വരും. കണ്ടോ, അവിടെ റീപ്ലേസ് ആവശ്യമുണ്ടെങ്കിൽ റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുക, ഫൈൻഡ് വേണമെങ്കിൽ ഫൈൻഡിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കൺട്രോൾ എഫ് ഷോർട്ട് കട്ട് അടിച്ച് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ഫൈൻഡ് ആൻഡ് സെലക്റ്റിൽ ഫൈൻഡ് ക്ലിക്ക് ചെയ്താൽ മതി, ഇത് കിട്ടും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ അനസ് കിട്ടണമെങ്കിൽ അനസ് സെർച്ച് ചെയ്യുക, ഫൈൻഡ് ഓൾ അടിച്ചു കഴിഞ്ഞാൽ അനസ് കിട്ടും. കണ്ടോ, എവിടേക്കാണ് അനസ് എന്നുള്ളത് ഇവിടെ കാണിക്കും. ഓക്കെ, ഫൈൻഡ് നെക്സ്റ്റ് ഫൈൻഡ് ഓളും ഫൈൻഡ് നെക്സ്റ്റിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കിവിടെ ഇവിടെ ഒരു ബി ബി ഉണ്ട്, ഇവിടെ ഒരു ബി ബി ഉണ്ട് അല്ലേ. അപ്പൊ നമ്മളിവിടെ കൺട്രോൾ എഫ് അടിക്കുക. കൺട്രോൾ എഫ് അടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ബി ബി എ ഫൈൻഡ് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണ്ട. ആദ്യം ഇവിടെ ബി ബി എ കാണിച്ചു, വീണ്ടും ഫൈൻഡ് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് ബി ബി എ കാണിച്ചു, വീണ്ടും ഇത് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് ബി ബി എ കാണിച്ചു. കണ്ട, 4 സ്ഥലത്ത് ബി ബി എ മാറി മാറി കാണിക്കും. ഫൈൻഡ് ഓൾ ആണെങ്കിൽ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കാണിക്കും. കണ്ട, എവിടെയൊക്കെ ഉണ്ട്, അതായത് സെൽ നമ്പർ വരെ ഉണ്ട് അല്ലെ. സെൽ നമ്പർ ഉണ്ട്, ഷീറ്റ് ഉണ്ട്. അതാണ് ഫൈൻഡും ഫൈൻഡ് ഓളും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റീപ്ലേസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബി ബി എ റീപ്ലേസ് ചെയ്തിട്ട് എം ബി എ എന്നാക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റീപ്ലേസ് ഓൾ കൊടുക്കാം. ഓക്കെ, റീപ്ലേസ് ഓൾ കൊടുത്താൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട് 4 സ്ഥലത്ത് ബി ബി എന്നായി കേട്ടോ, 4 എം ബി എന്നായി. ഓക്കെ, ഇനി ആ എം ബി എയുടെ ഓപ്ഷൻസ് ഇവിടെ റെഡ് കണ്ടത് ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് ആ റെഡ് കളർ വന്നിട്ട്. ഇവിടെ ആ എററാണ് നേരത്തെ കാണിച്ചത് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഫോർമാറ്റ് കൊടുത്തുകൊണ്ടാണ് എറർ കാണിച്ചത്. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലിയർ റീപ്ലേസ് ഫോർമാറ്റ് കൊടുത്താൽ മതി. ക്ലോസ് ചെയ്യാം. ഇനി ആ സാധനം നമ്മളിപ്പോൾ കൺട്രോൾ എഫ് അടിച്ചു, റീപ്ലേസ് ചെയ്യാം. ബി ബി റീപ്ലേസ് ഓൾ കൊടുത്താൽ ആ കളർ വരും. കഥ ഞാൻ കാണിച്ച ഇതെന്താ ഞാൻ പറഞ്ഞുതരാം, ഫോർമാറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇത് ക്ലിയർ ആയത്. ഇതെന്താണ് ഇതിന്റെ ഒരു അഡ്വാൻസ് ടോപ്പിക് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടി നിങ്ങൾക്ക് ഡെപ്തിൽ പറഞ്ഞു തരും ട്ടോ. ഈ ഇനി റീപ്ലേസ് ഓളും റീപ്ലേസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കണോ. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. ഇപ്പൊ നമ്മളിവിടെ എം ബി എ ക്ലിക്ക് ചെയ്തു അല്ലേ. ഇവിടെയാണ് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇവിടെ എം സി എന്ന് എഴുതി. അപ്പൊ റീപ്ലേസ് എന്ന് കൊടുത്താൽ റീപ്ലേസ് ഓളോടത്ത് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ റീപ്ലേസ് ആവും. വെറും റീപ്ലേസ് കൊടുത്താൽ ആ കോളത്തിൽ മാത്രമേ റീപ്ലേസ് ആവുള്ളൂ. കണ്ട, ഇവിടെ ആ സെല്ലിൽ മാത്രമാണ് റീപ്ലേസ് ആയി. അതാണ് റീപ്ലേസ് ഓളും റീപ്ലേസും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും ക്ലിയർ ആണോ? യെസ് സർ. ക്ലിയർ, ഫൈൻഡും റീപ്ലേസും. ഇനി ഇതിൽ ഇവിടെ തന്നെയുള്ള വേറെ നമുക്ക് ഒരു ഇതിൽ തന്നെ വരുന്ന റീപ്ലേസ് വരുന്നതാണ് നമുക്ക് കളറ് ഫോർമാറ്റ് റീപ്ലേസ് ചെയ്യാം. ക്ലിയർ, ഇപ്പൊ ഈ കളറാണ്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റും എടുക്കാം. ചൂസ് ഫോർമാറ്റ് ഫ്രം സെൽ. ഇതിൽ നമുക്കിവിടെ പേന കൊണ്ടുകൂടെ എടുക്കാം. അപ്പൊ ഇതാണ് വേണമെങ്കിൽ ഇത് എടുക്കാം. കണ്ടപ്പോ ആ ഫോർമാറ്റ് ഇവിടെ പ്രിവ്യൂ വരും. ഓക്കെ, നേരത്തെ ഇത് കടന്നുകൊണ്ടാണ് എറർ വന്നത് അവിടെ. ഇനി ഏത് കളറാണ് വേണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യാം. ചൂസ് ഫോർമാറ്റ് ഫ്രം സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ കളറാണ് മുകളിൽ, ഈ സെല്ല് ചൂസ് ചെയ്യാം. കണ്ട, ഇതിന്റെ സ്ഥാനത്ത് ഇത് കൊടുക്കാം. വേണമെങ്കിൽ റീപ്ലേസ് ഓൾ കൊടുക്കാം, അല്ലെങ്കിൽ റീപ്ലേസ് കൊടുത്ത മുകളിൽ തന്നെ പോകും. റീപ്ലേസ് റീപ്ലേസ് ഓൾ കൊടുത്തപ്പോൾ അത് മൊത്തത്തിൽ പ്രിവ്യൂ വന്നു. ഫോർമാറ്റ് എങ്ങനെയാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് മനസ്സിലായോ? ഇല്ല, ക്ലിയർ, എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. യെസ് സർ. കുറേം കൂടി ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ എന്താണ് എക്സൽ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, അല്ലെങ്കിൽ എന്താണ് കട്ട് കോപ്പി പേസ്റ്റ്, എന്താണ് മൂവ് ചെയ്യണത്, എന്താണ് പല ഷീറ്റുകൾ, അല്ലെങ്കിൽ ഇതിന്റെ അലൈൻമെന്റുകൾ, അല്ലെങ്കിൽ ഇതിന്റെ കുറച്ചും കൂടിയൊക്കെ ഒരു കുറെ കൂടി ആയിട്ടൊരു ഐഡിയ ആയോ? ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഓരോ സെല്ലിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്ത് വെക്കാം. വേണ്ട,
ഇതേപോലെ നോട്ട് ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ചതാണ്. ഇതിന്റെ വേറെ കുറച്ച് കാര്യം കൂടി കാണിച്ചു തരാം. ഈ നോട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡിലീറ്റ് നോട്ട് ഉണ്ട് കേട്ടോ. നോട്ടിന്റെ ആവശ്യം എന്ന് പറയുന്നത് ആക്ച്വലി നോട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നോട്ട്. ഇത് നിങ്ങൾക്ക് അറിയാലോ മൂവ് ചെയ്യാനൊക്കെ അല്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഈ സാധനം നമുക്ക് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ ഇവിടെ കൺട്രോളെ സെലക്ട് ചെയ്യാൻ മാത്രം ഇതാവും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്താ ഇഷ്ടത്തേക്ക് മൂവ് ചെയ്യാം, നമ്മുടേതായ രീതിയിൽ കൊണ്ട് വെക്കാം കേട്ടോ ഈ ഡേറ്റ. ഓക്കെ, ഇനി നമുക്കിപ്പോ ഉം, ഏഹ്, ഇതില് നമ്മളൊരു എക്സലിൽ എന്തെങ്കിലും ഒരു സാധനം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സെല്ലിന്റെ അകത്ത് നമുക്ക് നമ്മുടേതായ ഫ്യൂച്ചർ റെഫറൻസിന് നമുക്ക് നോട്ട് വെക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ MBA, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു നോട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതിന് റൈറ്റ് ക്ലിക്ക് അടിക്കുക, ന്യൂ നോട്ട് എടുക്കുക. കണ്ട, അപ്പൊ അതുപോലത്തെ ഒരു വിൻഡോ വരും. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എഴുതാം ഈ കോഴ്സ് എന്ന് പറയാം. ഈ കോഴ്സ് നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാൻ വേണമെങ്കിൽ UGC നോട്ട് അപ്രൂവ്ഡ്, വെയിറ്റിംഗ് ഫോർ ദ അപ്രൂവൽ വെച്ചു. ക്ലിയർ. ഈ നോട്ട് നമുക്ക് ഇവിടെ കണ്ട, ഇവിടെ നിങ്ങൾ ഈ ബോർഡറിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടേക്കെങ്കിലും ഇങ്ങനെ നമ്മുടേതായ സൗകര്യത്തിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. കണ്ട, അപ്പൊ ഇതിങ്ങനെ ഇരിക്കും. ക്ലിയർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇതിലൊരു നോട്ട് ഇടാം. അടുത്തത് ന്യൂ നോട്ട്, ഫെയിൽഡ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇപ്പൊ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത ആ നോട്ട് ഇവിടെ കാണിക്കും. കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത ആ നോട്ട് ഇവിടെ കാണിക്കും. നമുക്ക് ഇതിൽ നോട്ട് ഉണ്ടെന്ന് കാണാനുള്ള സിമ്പലാണ് ഈ റെഡ് സിമ്പൽ. എല്ലാവർക്കും മനസ്സിലായ നോട്ടിന്റെ ആവശ്യം? വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സലിൽ ഏറ്റവും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നോട്ട്. നിങ്ങളായാലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതല്ല. ഓക്കെ, ഇനി നമുക്ക് ഈ നോട്ട് വേണമെങ്കിൽ ഇവിടെ പെർമനന്റ്ലി കാണിക്കണമെങ്കിൽ കാണിക്കാം. അതിന് ഇപ്പൊ നോട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നോട്ട് വരും അല്ലെ. നമുക്ക് വേണമെങ്കിൽ നോട്ട് പെർമനന്റ്ലി കാണിക്കാനുള്ള ഓപ്ഷനാണ്. ഫയലിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻസിൽ ചെല്ലാം. ഓപ്ഷൻസിൽ ചെന്നിട്ട് അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസിൽ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേ, അത് ഡിസ്പ്ലേയിൽ ഉണ്ടാവും. ഡിസ്പ്ലേയിൽ കണ്ടോ, ഇൻഡിക്കേറ്റേഴ്സ് ഓൺലി ആൻഡ് കമന്റ്സ് ആൻഡ് നോട്ട്സ് ഓൺ ഹോവർ. ഇൻഡിക്കേറ്റ്സ് നോട്ട് ആൻഡ് കമന്റ് ഇൻഡിക്കേറ്റേഴ്സ് കണ്ടോ. ഇവിടെ നമുക്ക് ഓക്കെ അടിക്കാം. കണ്ടോ, ആ ഒരു സെലക്ഷൻ വെച്ചാൽ ഫുൾ ടൈം നോട്ട് കാണിക്കും. ഇതാർക്കെങ്കിലും മനസ്സിലായോ? ഒന്നും കൂടി പറയണോ? ഒന്നും കൂടി പറയണോ? പറയൂ. ഇല്ല. മനസ്സിലായി സാർ. ആർക്കാ മനസ്സിലായത്? ആർക്കെങ്കിലും മനസ്സിലായോ? യെസ് സാർ, ക്ലിയർ ആണ്. സെൽഫിക്ക് ക്ലിയർ ആണ്. ബാക്കിയുള്ളവരാ? മനസ്സിലായി. മനസ്സിലായി ഒന്നുകൂടി സാർ. പറ. ആ, അപ്പൊ നമ്മൾ സാധാരണ നോട്ട് വെച്ച് ഈ ഓപ്ഷൻ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ചിലയിലൊക്കെ ഇങ്ങനെ നോട്ടൊക്കെ എഴുതി വളരെ സ്റ്റൈലായിട്ടൊക്കെ. അതാണ് ഒരു സ്റ്റാൻഡേർഡ്. നിങ്ങളെ കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ടാസ്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് എല്ലാം വെച്ചിട്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ അധികം ആൾക്കാർ ഉപയോഗിക്കാറില്ല. ഞാൻ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല ഓപ്ഷൻ. അതായത് നമുക്ക് വേണമെങ്കിൽ ആ ഇൻഡിക്കേറ്റർ വരെ ഹൈഡ് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു ആവശ്യം എനിക്ക് മനസ്സിലായിട്ടില്ല സത്യത്തിൽ കേട്ടോ. ഡിസ്പ്ലേ എവിടെയാണത്? ഡിസ്പ്ലേ. ആ, നോ കമന്റ്സ് നോട്ട്സ് ഓർ ഇൻഡിക്കേറ്റർ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നും ഉണ്ടെന്ന് അറിയില്ല. മനസ്സിലായോ? അപ്പൊ നോർമലി ഇത് അല്ലെങ്കിൽ ഇതാണ് ആൾക്കാർ സാധാരണ ഉപയോഗിക്കുക.
ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ നോട്ട് ഉണ്ടെന്ന്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ നോട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് നോട്ട് ഉണ്ട്, നോട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ അതിന് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നീക്കണേ, ഒന്നും കൂടി നീക്കണമെങ്കിൽ നീക്കാം, ഒന്നും കൂടി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പൊ അതിനെ നോട്ട് ഡിലീറ്റ് ചെയ്യാം, നോട്ട് എഡിറ്റ് ചെയ്യാം, നോട്ട് ആഡ് ചെയ്യാം, നോട്ട് ഹിഡൻ ചെയ്യാം. മനസ്സിലായോ? ഏ ഇല്ല, Yes, ആർക്കൊക്കെ sir. മനസ്സിലായി? നോട്ട് മനസ്സിലായി. മനസ്സിലായോ? സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ വേറൊരു ഒരു പ്രധാനമല്ല, ഒരു നിങ്ങൾക്ക് ഇതൊക്കെ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫോർമാറ്റിൽ നോട്ട് പോകുന്നെങ്കിൽ ഒരു സംശയമുണ്ട്. ചാർജ് കൊടുത്തിട്ട് ഓഫ്. അതുപോലത്തെ നാളത്തെ ക്ലാസ് ആരും മിസ് ചെയ്യരുത്. കാരണം നാളെ എക്സലിന്റെ കുറെ എടുക്കുന്നതാണ്. കുറെ എടുത്തിട്ട് നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് അത് ചെയ്യണം. അപ്പൊ ഞാൻ നാളെ ചെയ്യാനുള്ള ഓപ്ഷൻ തരില്ല. സാറ്റർഡേ സൺഡേ നിങ്ങൾ ചെയ്യണം. ഞാൻ നാളെ കുറെ സർ കാര്യങ്ങൾ നാളെ കവർ. കൊണ്ട് എക്സൽ കംപ്ലീറ്റ് ആവുമോ? ഇല്ലില്ല, നാളെ അല്ല, ഒരു ക്ലാസ് കൂടി എടുക്കും ഞാൻ തിങ്കളാഴ്ച ഓക്കെ. കേട്ടോ. പക്ഷെ നാളെ കൊണ്ട് ഞാൻ കുറെ ചെയ്യിപ്പിക്കും. കുറെ കാര്യങ്ങൾ നാളെ നമ്മൾ കവർ ചെയ്യും. കുറെ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, എന്നിട്ട് തിങ്കളാഴ്ച വേറൊരു ഇതിന്റെ ഡാറ്റ അനാലിറ്റിക്സിന്റെ കുറെ ഭാഗമായി ബന്ധപ്പെട്ട് പിവറ്റ് ടേബിൾ എന്നൊക്കെ പറഞ്ഞ് കുറെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഫോർമുല കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സൽ കുറെ ഉണ്ട്. ഞാൻ ടൂ മച്ച് നമുക്ക് കവർ ചെയ്ത് ഒരു തീരില്ല. നിങ്ങൾക്ക് തന്നെ പഠിച്ചിറങ്ങിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുറെ കാര്യങ്ങൾ എക്സൽ ഉണ്ട്. നമുക്ക് കുറെ ഏരിയകളുണ്ട്, ഡേറ്റകളും ഫോർമുല ചാർട്ട് ഉണ്ടാക്കല്, അതിലേക്കൊക്കെ വന്നുള്ളൂ. പക്ഷെ അതിനു മുന്നേ ഞാൻ നിങ്ങളൊരു ബേസിക് സാധനം സ്ട്രോങ് ആക്കിയതാണ്. ഡേറ്റ ആയിട്ടുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ ഉണ്ടാക്കുക, ചാർട്ട് ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ അതിനൊരു ചെറിയ സാമ്പിളാണ് ഇപ്പൊ കാണിച്ചു തരാൻ പോണത്. ഇപ്പൊ ഈ നോട്ട് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി പക്ഷെ നാളത്തെ ക്ലാസ് ആരും മിസ് ചെയ്തെന്ന് പറയാൻ കാരണം ഞാൻ നാളെ ഈ ഇത്ര ദിവസം പഠിപ്പിച്ചതിന്റെ ഇരട്ടി നാളെ മാത്രം പഠിപ്പിക്കും. അപ്പൊ അത്രയ്ക്ക് ടോപ്പിക്ക് നാളെ കവർ ചെയ്യാൻ പോണതാണ്. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഹാൻഡ് ഓൺ ഐഡിയ കിട്ടിയിട്ടെന്ന് വിചാരിക്കണം. എല്ലാവരുടെ ഒരു ബേസ് സ്ട്രോങ് ആയിട്ടുണ്ടോ? അതെ sir. സർ. അത്യാവശ്യം ഒരു ബേസ് കോൺസെപ്റ്റ് കിട്ടിയില്ല എല്ലാവർക്കും? Yes. ഓക്കെ, നിങ്ങൾ ചെയ്യുന്തോറും ഇതൊരു ക്ലാസ് പ്രാക്ടീസ് ചെയ്തോറും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് നോട്ട്. ഈ നോട്ടിൽ തന്നെ അതിന്റെ അഡ്വാൻസ് ഉണ്ട്. നോട്ടിൽ അഡ്വാൻസ് വെച്ചാൽ ഇപ്പൊ നോട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. കണ്ട, ഫോർമാറ്റ് കമന്റ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പല പരിപാടികളും ചെയ്യാം. കളറുകൾ തൊട്ട് ഈ നോട്ടും ഭംഗിയിലേക്ക് ആകാം. ഓക്കെ, അതാണ് നോട്ടിന്റെ തന്നെ ഒരു ഫോർമാറ്റ് ഓപ്ഷൻ പറയുന്നത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത്, ഇവിടെ നമ്മളിപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തു. ഇവിടെ കണ്ട ക്യുക്ക് അനാലിസിസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇത് ഞാൻ വേറൊരു അഡ്വാൻസ് ടോപ്പിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. നമുക്ക് ഇതിന്റെ കണ്ട ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചാർട്ട് കിട്ടണം, പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കണ്ട കൗണ്ട് നെയിം ഓഫ് കോഴ്സസ്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ BC ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ MB ആണ്. ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ? കേരളയാണ്. ഐഡിയ കിട്ടും, നമുക്ക് പെട്ടെന്ന് കാണാം. ഫോർമാറ്റ് ചെയ്യാം, അതുപോലെ കളേഴ്സ് കണ്ട പല കാര്യങ്ങൾക്ക് ഐക്കൺ സെറ്റ് ചെയ്യാം, ഗ്രേറ്റർ ദാൻ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് ഞാൻ വേറൊരു ചാർട്ടിൽ ചെയ്തിട്ട് ഇതിന്റെ ഡെപ്ത് നമ്മൾ എടുക്കുന്നുണ്ട്, ടേബിൾസ് കാര്യങ്ങൾ. ഓക്കെ, പിവറ്റ് കുറെ വേറൊരു ഡാറ്റ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫോർമുലകൾ കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഇത്ര ദിവസം ഇതിന്റെ അതുകൊണ്ടാണ് പറഞ്ഞ നാളത്തെ ക്ലാസ് മിസ് ചെയ്തെന്ന് പറഞ്ഞു. നാളെ ഇതിന്റെ ഒരുപാട് അടുത്ത ലെവലിലേക്ക് പോകുന്നതാണ്. സൂപ്പർ ലെവലായിരിക്കും നാളത്തെ. അപ്പൊ നിങ്ങളിത് എല്ലാവരും ഇത്തരം കാര്യങ്ങൾ
ഈ പറഞ്ഞിരിക്കുന്ന നോട്ടായാലും ശരി, ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തിരിക്കുന്ന സ്ക്രീൻ കാണണം എല്ലാവരുടെ. ഓക്കെ, ഇത് എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.